إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി അമലുകളെ പരിപൂർണമായും ക്രമീകരിക്കണം എന്ന് ആമുഖമായി എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായി അവനെ അനുസരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ 93-ാമത്തെ സൂറത്തുൽ ദുഹയാണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലാഹ് എന്നെ മറന്നുപോയി. ഒരു തവണയെങ്കിലും ഇങ്ങനെ പറയാത്ത, ഇങ്ങനെ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അല്ലാഹ് എന്നെ പരിഗണിക്കാത്ത? എന്താണ് അല്ലാഹ് എന്നെ മൈൻഡ് ചെയ്യാത്ത? ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്നറിയോ? വല്ലാത്തൊരു കുടുക്കിലാണ് ഞാൻ പെട്ടത്. അല്ലാഹ് എന്നെ ഇങ്ങനെ വല്ലാതെ പരീക്ഷിക്കുന്നു. ഇങ്ങനെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എപ്പോഴാ തോന്നുക? പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്ത സന്ദർഭം, ജോലി കിട്ടാതെ അതിനന്വേഷിച്ചു അങ്ങനെ ജോലിയൊന്നും ആകുന്നില്ല ആ നേരം, അല്ലെങ്കിൽ രോഗം മാറാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ പറയും, എന്തേ അല്ലാഹ് എന്നെ മറന്നുപോയത്? ഇത് സ്വാഭാവികമായും ആർക്കും തോന്നാവുന്ന ഒരു ചിന്തയാണ്. ഇവിടെയാണ് സൂറത്തുൽ ദുഹയുടെ പ്രാധാന്യം. സൂറത്തുൽ ദുഹ എന്നുള്ളത് നിയമങ്ങൾ പറയുന്ന സൂറത്തല്ല. യുദ്ധങ്ങളെ കുറിച്ചോ നിയമങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള വിധിവിലക്കുകളെ കുറിച്ചോ പരാമർശമുള്ള ആയത്തുകളോ സൂറത്തുകളോ അല്ല. മറിച്ച് പരിപൂർണമായും തകർന്ന തരിപ്പണമായി എന്ന് തോന്നിപ്പോകുന്ന ഒരു ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ആയത്തുകളാണ് സൂറത്തുൽ ദുഹ. പരിപൂർണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും പ്രമോട്ട് ചെയ്യുകയും പുകഴ്ത്തുകയും ചെയ്ത, സമാധാനിപ്പിക്കുകയും ചെയ്ത ആയത്തുകളാണ് സൂറത്തുൽ ദുഹ. അതിലുള്ള ചില പ്രയോഗങ്ങൾ, ഒന്ന് വവജദക ളാല്ലൻ അലം യജിദക യതീമൻ വവജദക ആയിലൻ. 3 പ്രയോഗമാണ്. ഒന്ന്, നീ അനാഥനായിരുന്നു. മറ്റൊന്ന്
നീ വഴിയറിയാത്തവനായിരുന്നു, മറ്റൊന്ന് നീ ദരിദ്രനായിരുന്നു. ഈ 3 പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ 5 വർഷം പിന്നോട്ടേക്ക് ചിന്തിക്കാറുണ്ട്. ആ 5 വർഷം പിന്നോട്ടേക്ക് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പണ്ട് അങ്ങനെ ഇപ്പൊ ഇത്രയൊക്കെ ഡെവലപ്പ് ആയല്ലോ എന്ന് ആശ്വാസം കൊള്ളാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പീഡനവും പ്രയാസങ്ങളും ഉണ്ടായി. അതിനു മുന്നേ വഹി ലഭിച്ചു, ഇഖ്റ ബിസ്മി ഇറങ്ങി. അങ്ങനെ വഹിയുടെ സന്ദർഭങ്ങളിൽ കുറച്ചു കാലം വഹി വരാതിരുന്നു. അപ്പോ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി. കാരണം ഇത്രയും കാലം വഹി എന്ന് പറഞ്ഞ് നടന്നിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂലഹബിന്റെ ഭാര്യ പോലും, എടോ നിന്റെ പിശാചൊന്നും വരുന്നില്ല ഇപ്പോ, നിനക്കൊന്നും പറഞ്ഞു തരാൻ. അവരുദ്ദേശിച്ചത് മലക്കിനെയാണ്. എടോ നിന്റെ പിശാചൊന്നും വരുന്നില്ലേ ഇപ്പൊ നിനക്ക് പറഞ്ഞു തരാൻ, മന്ത്രിച്ചു തരാൻ എന്ന് പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ശവത്തി കുത്തുക എന്നൊക്കെ പറയല്ലോ. ഈ രൂപത്തിൽ പരാമർശങ്ങളും പരിഹാസങ്ങളും വന്നപ്പോഴാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഖുർആൻ പറഞ്ഞത് വല്ലുഹ വല്ലൈലി ഇദാ സജ. വല്ലുഹ, ലുഹ എന്നുള്ള സമയം നമുക്കറിയാലോ. എന്താ ലുഹ എന്ന് പറഞ്ഞാൽ? ലുഹ നിസ്കാരം നമുക്കറിയാം അല്ലെ? വല്ലുഹ, ലുഹ സമയം തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇവിടെ സാന്ദർഭികമായി പറയുന്ന ഒരു വിഷയമാണ്. നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, സൃഷ്ടികളുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. അപ്പൊ വല്ലുഹ, അള്ളാഹു അവന്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്തെന്ന് ചെയ്യണം എന്നുള്ളത്. അള്ളാഹു അതുകൊണ്ട് തന്നെ കാലത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ച് ഒക്കെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വല്ലുഹ, പൂർവാഹനം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി അത് ശാന്തമാകുമ്പോൾ. സജ എന്ന് പറഞ്ഞാൽ ശാന്തമാവുക. എന്താണ് ഇവിടെ ആ രൂപത്തിൽ പ്രയോഗിക്കാനുള്ള കാരണമെന്നാൽ, നമ്മുടെ ഈ കാലഘട്ടവുമായി എന്തെങ്കിലും ഈ ആയത്തുകൾക്ക് ബന്ധമുണ്ടോ? ഒന്ന്, രാത്രി എന്നുള്ളത് എന്നും നിലനിൽക്കുകയില്ല. വല്ലൈൽ, ആ രാത്രി വന്നാൽ രാത്രിക്ക് ഒരു അന്ത്യമുണ്ടാകും. ശേഷം എന്താ? പകല വരിക. മാത്രമല്ല പകൽ വരുന്നതിന്റെ തൊട്ടു മുന്നേ, പ്രഭാതം പൊട്ടി വീടരുന്ന തൊട്ടു മുന്നേ കൂരിരുട്ടുള്ള രാത്രിയായിരിക്കും. അപ്പൊ ആ കൂരിരുട്ടുള്ള രാത്രിക്ക് ശേഷം ഒരു പ്രഭാതമുണ്ട്, ഒരു വെളിച്ചമുണ്ട് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. വല്ലൈലി ഇദാ സജ, ആ രാത്രിക്ക് ശേഷം ഒരു വെളിച്ചം വരാനുണ്ട്. അപ്പൊ എന്തിനാണ് അള്ളാഹു ഈ ഇരുട്ടിനെ സൃഷ്ടിച്ചത്? എന്തിനാണ് അള്ളാഹു ഈ വെളിച്ചത്തെ സൃഷ്ടിച്ചത്? വെളിച്ചത്തെ കുറിച്ച് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചത്, വെളിച്ചത്തെയും രാത്രിയെയും വർണ്ണിച്ചത്, അവിടെ രാത്രിയെ സൃഷ്ടിച്ചത് മനുഷ്യന് ശാന്തത ഉണ്ടാക്കുവാനാണ്. രാത്രി മുട്ടസൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദതയായിരിക്കുമല്ലോ. അപ്പൊ മനുഷ്യരിൽ ഒന്ന് രാത്രിക്ക് ശേഷം പകലുണ്ട് എന്നുള്ള ഒരു ഗുണപാഠം നമുക്ക് കിട്ടേണ്ടതുണ്ട്. ദുഃഖത്തിന് ശേഷം, പ്രശ്നങ്ങൾക്ക് ശേഷം, പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പമുണ്ട്. കഴിഞ്ഞ സൂറത്തിൽ വിശദീകരിക്കപ്പെട്ടതുപോലെ ഇന്ന മഅൽ ഉസ്രി യുസ്റ, ആ പ്രയാസങ്ങൾക്ക് ഉടനെ എളുപ്പം വരാനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആര് തള്ളിപ്പറഞ്ഞാലും മാ വദ്ദഅക റബ്ബുക വമാ ഖാല, ആര് തള്ളിപ്പറഞ്ഞാലും മാ വദ്ദഅക റബ്ബുക, റബ്ബ് തള്ളിപ്പറയാത്ത ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയായിരുന്നു. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാത്തവർ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ എന്നെ നീ അപമാനിക്കരുത് എന്ന്. ഈ പള്ളിയിൽ ഒരാളുടെ ഫോൺ റിംഗ് ചെയ്തു. ഞാൻ മിമ്പറിൽ വെച്ച് പറയാൻ, എടോ ആ ഫോൺ സൈലന്റ് ആയിക്കൂടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഖതീബ പറഞ്ഞത് ശരിയല്ല, മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന്. കാരണം അത് വല്ലാത്തൊരു അപമാനമാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഇബാദത്തിൽ നമുക്കുണ്ടാവേണ്ട ചിന്ത വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, 10, 100, 1000 അല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ, ഉപ്പയും ഉമ്മയും മക്കളും കൂട്ടുകാരും അവരുടെ മുന്നിൽ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ,
ആരും ഉപകാരപ്പെടുത്താത്ത ദിനം. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, എന്നെ നീ അപമാനിക്കരുത് എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹു എന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല എങ്കിൽ, പിന്നെ ആര് പരിഗണിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല എന്ന ഒരു തോന്നലിലേക്ക് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു നമ്മെ തള്ളിപ്പുറത്താക്കുമോ, അള്ളാഹു നമ്മെ ഒറ്റപ്പെടുത്തുമോ, അള്ളാഹു എന്നെ പരിഗണിക്കുമോ, അള്ളാഹു എന്നെ സ്നേഹിക്കുമോ? ഇതാണ് സൂറത്ത് ദുഹയിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു ഗുണപാഠം. അള്ളാഹു നമ്മെ പരിഗണിക്കുമാറാവട്ടെ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ മനുഷ്യർ പൂർണ്ണമായും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ഭാവിയാണ് അല്ലെ. എല്ലാവരും, രക്ഷിതാവായാലും കുട്ടിയായാലും മുതിർന്നവരായാലും പ്രായമുള്ളവരായാലും, ഭാവിയിൽ എന്താകും അല്ലെ, നാളെ എന്താകും, ഭാവിയിൽ എന്താകും, എന്റെ മകൻ എന്റെ മകൾ പഠിച്ചാൽ എന്താകും, എന്ത് പഠിക്കണം, അടുത്ത വർഷം ഏത് കോഴ്സിന് പോകണം, എന്റെ ജോലി അടുത്ത വർഷം എത്ര ശമ്പളം കിട്ടും, എന്റെ മക്കളുടെ കല്യാണം അടുത്ത വർഷം എന്താകും. എല്ലാവരും ഭാവിയെ കുറിച്ചുള്ള, നാളെയെ കുറിച്ചുള്ള ചിന്തകളിൽ വ്യാകുലരാണ് എല്ലാ മനുഷ്യന്മാരും. ജോലി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും, പഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും, എല്ലാവരും ഭാവിയെ കുറിച്ചുള്ള ചിന്തയിലാണ്. എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കരയുന്നവൻ നാളെ ചിരിക്കും. ഇന്ന് പരാജയപ്പെട്ടവൻ നാളെ ചിലപ്പോൾ ശാസ്ത്രജ്ഞനാവും, വലിയ ആളാവും. സ്കൂളിൽ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തളരേണ്ടതില്ല, നാളെ ചിലപ്പോൾ വലിയ ആളാകും. ഇന്നത്തെ തൊഴിലാളി, ഇന്ന് പണിയില്ലാതെ നടന്നവൻ നാളെ ചിലപ്പോ 100 തൊഴിലാളികളെ നയിക്കുന്നവനാകാം, മുതലാളിയാകാം. എന്തുകൊണ്ടാ? മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹ് എന്നെ ഏറ്റെടുത്താൽ. അപ്പൊ അള്ളാഹു എന്നെ ഏറ്റെടുക്കും. ഏറ്റെടുക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞ ഈ രാത്രിയുടെ കൂരിരുട്ട് ഇല്ലായിരുന്നുവെങ്കിൽ പകലിന്റെ മഹത്വം നമുക്ക് അറിയുമായിരുന്നില്ല. അതുപോലെയാണ് ദുഃഖമില്ലായിരുന്നുവെങ്കിൽ, പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ആസ്വാദനം നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഇടയ്ക്കൊന്ന് പനി വന്ന് തളർന്നു കിടക്കുമ്പോഴാണ് ആ പനിയില്ലാതിരുന്ന ഇന്നലകളെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവുക അല്ലെ. അപ്പോഴാണ് ഓടുന്നവന്റെ, ചാടുന്നവന്റെ, ചിരിക്കുന്നവന്റെ ആ സന്തോഷം നമുക്ക് മനസ്സിലാവുക. നോമ്പ് തുറക്കുമ്പോ പലപ്പോഴും പറയാറുണ്ടല്ലോ, നോമ്പ് തുറക്കുമ്പോഴാണ് ദാഹത്തിന്റെ, വിശപ്പിന്റെ മധുരിമ അറിയുക എന്ന് പറയാറുണ്ട്. എങ്കിൽ ദുഃഖമുണ്ടാകുമ്പോഴേ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ എന്റെ റബ്ബിനെ കുറിച്ച് തിരിച്ചറിയാൻ എനിക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന ആയത്ത് ഓതുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്. പിന്നെ രണ്ടാമതായി അള്ളാഹു എടുത്തു പറഞ്ഞത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല എന്നാണ്. മിനൽ ഊല എന്നാൽ ആദ്യത്തേതിനേക്കാൾ ഖൈർ പരലോകമാണ്. ആദ്യം എന്താണ്? ദുന്യാവാണ് അല്ലെ. ഈ ഭൂമി ലോകത്തുള്ള ജീവിതത്തെക്കാൾ ഖൈറായത് പരലോകമാണ്. അങ്ങനെ അള്ളാഹ് എന്ത് ചെയ്യും? നിനക്ക് വഴിയെ അള്ളാഹു നിനക്ക് വഴി കാണിച്ചു തരും. എന്നിട്ടോ അങ്ങനെ ഓരോ നിനക്ക് തരുന്ന റബ്ബ് തൃപ്തിപ്പെടുകയും ചെയ്യും, നിനക്ക് തൃപ്തി തരും. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് കിട്ടണം. ഉലൈക അക്കൂട്ടർ. ആരാണ് അക്കൂട്ടർ? അവർ ഉലൈക യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തി അടഞ്ഞ ആത്മാക്കളാണ്. ആരാണ് ഈ ശാന്തി അടഞ്ഞ ആത്മാക്കൾ? റാളിയത്തുൽ മർളിയ, തൃപ്തിയുള്ളവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി ഓർപ്പിച്ചതാണ് അലം യജിദക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ സംഗതി എന്തിനാ? തളർത്താനല്ല. നമ്മൾ ചില ആളുകളെ പറയും, നീ പണ്ട് ആരാന്നുള്ളത് നീ എന്നെ പഠിപ്പിക്കണ്ട, കുറെ കാലമായാലോ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് എന്ന് പറയാറുണ്ട്. അതെന്തിനാ പറയുക? അവരെ തളർത്താനാണ്. എന്നാൽ അള്ളാഹു എന്തിനാ ഇവിടെ ഉപയോഗിച്ചത്? തളർത്തുവാനല്ല. ഒന്നുകൂടി, നീ മുമ്പ് ഇത്രയും ആയിരുന്നില്ല, ഇപ്പോൾ പഴയതിനേക്കാൾ ഉയർച്ചയിലാണ്. എന്തുകൊണ്ടാ? ഞാൻ നിന്നെ പരിഗണിച്ചത് കൊണ്ടാണ്. ഇനിയും പരിഗണനയാണ് ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇനിയും ഉയർച്ച ഉണ്ടാവും. ആ ഒരു
ആത്മബോധം കൊടുക്കാനാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. നമുക്കുള്ള ഗുണപാഠം നമ്മൾ മറ്റുള്ളവരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. ഒരു കരയുമ്പോ അപകടത്തിൽപ്പെട്ട് കരയുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പോയി എന്റെ ഇന്നോൻ അങ്ങനെ തന്നെയായിരുന്നു മരിച്ചത് എന്ന് പറയുന്നതിന് പകരം അവന്റെ മുന്നിൽ ആശ്വാസവാക്കുകൾ പറയാൻ നമുക്ക് കഴിയണം. അലം യജിദ്ക യതീമൻ ഫആവ, നീ മുമ്പ് അനാഥനായിരുന്നപ്പോ ഫആവ, നിന്നെ ഞാൻ കൂട്ടിപ്പിടിച്ചിരുന്നു, അഭയം നൽകിയിരുന്നു, നിന്നെ ഞാൻ കൂട്ടിപ്പിടിച്ചിരുന്നു. കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഖുർആൻ 2-3 സ്ഥലങ്ങളിൽ ഫക്കുറ ഖബ എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഫലഖതഹമൽ അഖബ, ഫക്കുറ ഖബ, നിങ്ങൾ ആ ഒരു മലഞ്ചെരുവ് കയറുന്നത് പോലെ വലിയ സാഹസികതയാണ് എന്ന് പറഞ്ഞത് എന്നാണ്. യതീമുകൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കൽ വലിയൊരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എല്ലാവർക്കും കഴിയൂല, അത് എല്ലാവർക്കും സാധിക്കൂല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അലം യജിദ്ക യതീമൻ ഫആവ, നിന്നെ കൂട്ടിപ്പിടിച്ചിരുന്നു. ഒരുപാട് അനാഥകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആ അനാഥകൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ഉപ്പയില്ലാത്ത പ്രയാസം, ഉമ്മയില്ലാത്ത പ്രയാസം ആരുണ്ടായാലും പകരമാവില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രയാസം വല്ലാതെ അനുഭവിച്ചിരുന്നില്ല. അത് അള്ളാഹ് പറയാണ്, അത് അള്ളാഹ് ചെയ്ത നിഅമത്താൻ. അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. അതേപോലെ തന്നെ വഴിയറിയാത്ത സമയം ഫഹദ, ഹിദായത്ത് കൊടുത്തു, വവജദക ആയിലൻ ഫഅഗ്ന, ധന്യത കൊടുത്തു. അല്ലെ, ആയിൽ, ദരിദ്രരായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ധന്യത നിനക്ക് അള്ളാഹു നൽകി. എന്നിട്ട് പറയാണ് ഫഅമ്മൽ യതീമ ഫലാ തഖഹർ, 3 കൽപ്പനകളാണ് ശേഷം. ഫഅമ്മൽ യതീമ, യതീമുകളെ നീ കണ്ടാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തഖഹർ, അവിടെ നീ അവരെ ആക്ഷേപിച്ച് വിരട്ടി ഓടിക്കാൻ പാടില്ല, അവരെ മോശക്കാരാക്കാൻ പാടില്ല, അവരെ ഇളിപ്പേരാക്കാൻ പാടില്ല, അവരൊന്നിനും കൊള്ളാത്തവരാണ് എന്ന രൂപത്തിൽ അവഹേളിക്കാൻ പാടില്ല. മാത്രമല്ല, യതീമുകൾ മാത്രമാണോ ഈ വിഷയത്തിൽ? അല്ല, ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഫലാ തൻഹർ, അവരെയും വിരട്ടി ഓട്ടാൻ പാടില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഹദീസ് നമുക്കറിയാലോ, ഹദീസ് നബി, നബിയുടെ ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ വർത്തമാനം എന്നാണ്. ഹദീസ് എന്ന വർത്തമാനം പറയണമെന്നാണ്. നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നീ വർത്തമാനം പറയണം. എന്നേ വർത്താനം എന്ന് പറഞ്ഞാൽ എന്താ? ആരും വർത്താനം പറയല്ലേ നമ്മൾ പറയാറുണ്ട് അല്ലെ? ആരും വർത്താനം പറയല്ലേ, മിണ്ടല്ലേ എന്ന് പറയും. അപ്പൊ മിണ്ടണം, വർത്തമാനം പറയണം. അതെങ്ങനെ സംഭവിക്കുക? പരസ്പരാണ് അല്ലെ? അപ്പോ നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ധാരാളം എടുത്തു പറയണം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ധാരാളം പുകഴ്ത്തി പറയണം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നാം ധാരാളം സംസാരിക്കണം. റസൂലുള്ളാഹിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? ഹിദായത്ത്, നുബൂവത്ത്, അല്ലെ? പിന്നെ ശഫാഅത്ത്, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? എണ്ണി നോക്കണം അല്ലെ? കുറെ ഉണ്ട്. ജനിച്ചത് മുതൽ നാം മാതാവിന്റെ ഗർഭപാത്രത്തിൽ പുറത്തു വരുമ്പോ ഇതുപോലെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നോ? ഇല്ല. നമ്മള് വാഹനത്തിലോ നടന്നിട്ടോ ആണ് പള്ളിയിലെത്തിയത്. ആ ജനിച്ച ഉടനെ ഇങ്ങനെ ഓടാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല. എത്ര വർഷമെടുത്തു നടക്കാൻ? എത്ര വർഷമെടുത്തു ഓടാൻ? എത്ര വർഷമെടുത്തു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ? ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അനുഗ്രഹമല്ലേ? എത്രയോ വർഷങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ആ സംരക്ഷണത്തിന്റെ ഫലമായി, അവർ നമ്മെ കൂട്ടിപ്പിടിച്ചതിന്റെ ഫലമായി നമ്മൾ നടക്കാനും ഓടാനൊക്കെ തുടങ്ങി എന്ന് പറയും. ഇത് അള്ളാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ എണ്ണിയോയ്ക്കും ജനിച്ച 1-ാം തീയതി മുതൽ ഇന്ന് വരെ, ഈ വെള്ളിയാഴ്ച വരെ നമുക്ക് കിട്ടിയ അനുഗ്രഹം. മഴ പെയ്യുന്നുണ്ടല്ലോ അല്ലെ?
വെയിലും കിട്ടുന്നുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്, ആ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഓരോന്നും എണ്ണി നോക്കിയോ. ഇവിടെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. അള്ളാഹ് വെറുതെ വിടൂല. ആരെ? ചോദ്യം ചോദിക്കാതെ അള്ളാഹു വെറുതെ വിടുകയില്ല. എന്തൊക്കെയാ ചോദിക്ക? അൻ ഉംരിഹി, നമ്മുടെ പ്രായത്തെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് പ്രായം ചിലവഴിച്ചത്? നമ്മുടെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് യുവത്വം ചെലവഴിച്ചത്? നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് സമ്പത്ത് ചെലവഴിച്ചത്? ഇതൊക്കെ ചോദിക്കും. എന്താ ചോദിക്കാൻ കാരണം? ഇതൊക്കെ അനുഗ്രഹമാണ്. സമ്പത്ത് അനുഗ്രഹമാണ്, യുവത്വം അനുഗ്രഹമാണ്, പ്രായം അനുഗ്രഹമാണ്, സമയം അനുഗ്രഹമാണ്. അതുകൊണ്ടാണ്. എന്തിനേറെ ആദ്യം ചോദിക്കുക എന്താ? ആദ്യത്തെ ചോദ്യം എന്താ? പരലോകത്ത് അഖീദയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കർമ്മത്തിൽ നിസ്കാരമാണ്. അനുഗ്രഹത്തിൽ ആദ്യത്തെ ചോദ്യം എന്താ? ഹദീസിൽ വന്നത് അനുഗ്രഹത്തിലെ ആദ്യത്തെ ചോദ്യം വെള്ളം തൊണ്ടയിൽ നനക്കുവാനുള്ള ആരോഗ്യം തന്നില്ലേ. വെള്ളം കുടിക്കാനല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. റവ്വ എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്ലൂക്കോസ് കയറ്റുമ്പോ തുള്ളി തുള്ളി ആയിട്ടാണ് ഉറ്റുക അല്ലെ? ആ തുള്ളി ഉറ്റുമ്പോ എങ്ങനെയാണോ നമ്മുടെ ഞരമ്പുകൾക്ക് നനവ് തട്ടുക, അങ്ങനെ. അപ്പൊ ഞരമ്പുകളെ നനക്കുക, തൊണ്ടയുടെ ഞരമ്പുകളെ നനക്കുവാനുള്ള ആരോഗ്യം. അപ്പൊ വെള്ളം കുടിക്കുന്നതോ അത് അതിനേക്കാൾ വലുതാണെന്ന് അർത്ഥം അല്ലെ? ഒന്ന് നനയുവാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ എന്നാണ്. സ്വയം പാത്രത്തിൽ നിന്നും വെള്ളം വായിലേക്ക് ഒഴിച്ച് തൊണ്ടയിലേക്ക് നനയുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അതുകൊണ്ടാണ് ദാഹം പോയി എന്ന് റമളാനിൽ നോമ്പ് മുറിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചത്. അത് വല്ലാത്ത ഒരു അനുഗ്രഹമായതുകൊണ്ടാണ് തൊണ്ടയിലേക്ക് നനക്കുക എന്നത്. കൈ രണ്ടും വാതരോഗത്തിൽ പെട്ടുപോയാൽ നമ്മുടെ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല, വേറെ ആള് കുടിപ്പിക്കണം. അത്രയൊന്നും പോകേണ്ട. ആക്സിഡന്റ് ആയി ആശുപത്രി കിടന്നാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ? സെക്കൻഡുകളെ കൊണ്ടാണ് നമ്മുടെ ജീവിതം മാറി മാറി അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോ അങ്ങനെ വെള്ളം തൊണ്ടയിലേക്ക് ഇറക്കുവാനുള്ള ആരോഗ്യമുണ്ടല്ലോ, അത് ചോദിക്കുന്നതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ആയത്ത് ഓതിയിട്ട് കരയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വായിക്കാനും കഴിയുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഫേവറേറ്റ് സൂറത്തായി ഈ സൂറത്ത് മാറണം. പല പണ്ഡിതന്മാരും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്ത് ഏതെന്ന് ചോദിക്കുമ്പോ സൂറത്തുൽ ദുഹാ എന്നവർ പറഞ്ഞിരുന്നു. പലരും ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഈ സൂറത്ത് കാരണമായിരുന്നു. പലർക്കും ഈ സൂറത്ത് ആസ്വാദ്യമായിരുന്നു. പലർക്കും ഈ സൂറത്ത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ പാരായണം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. എങ്കിൽ നമുക്കും ഈ സൂറത്ത് ഇഷ്ടമാവണം. റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ സൂറത്തുൽ ദുഹാ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين. ما بعد. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മളെല്ലാവരും മടങ്ങും, മരിക്കും എന്ന ബോധം നിലനിർത്തി കൃത്യമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് നീങ്ങണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ മരണം വരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സൂറത്തു ദുഹയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണുകൾ കരഞ്ഞിരിക്കണം, പക്ഷെ ഏതെങ്കിലും ഒരു നേരം അതിന് ആശ്വാസമുണ്ടാകും. എന്നും അള്ളാഹു നമ്മെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി.
കണ്ണീര് എന്നുള്ളത് നമ്മുടെ ദൗർബല്യമല്ല, അത് കാത്തിരിപ്പാണ് നമ്മൾ മനസ്സിലാക്കുക. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബക്ക് വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ പ്രഭാതത്തിലും അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയോടുകൂടി മുന്നേറാൻ തയ്യാറാവുക. പഴയ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ 5 കൊല്ലം മുന്നേ നമുക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, അങ്ങനെ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നമ്മൾ നടത്തുക. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്തുതികളോടുകൂടി പോവുക. പ്രത്യേകിച്ച് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അനാഥകളെ കീഴടക്കി വെക്കരുത് എന്ന് പറഞ്ഞു. വഅമ്മ സായില ഫലാ തൻഹർ, അതേപോലെ ചോദിച്ചു വരുന്നവരെ വിരട്ടി വിടരുത് എന്നും പറഞ്ഞു. അതും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രദ്ധിക്കുക. ആരെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ നമുക്ക് ഒരവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നേറാൻ തയ്യാറാകുക. ഒരുപാട് ചരിത്രങ്ങൾ വിശന്നു വലഞ്ഞ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുന്തിരി കൊടുത്ത അബൂ അയ്യൂബ് അൻസാരിയുടെ മുന്നിൽ റസൂലുള്ളാഹി കരഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ അനുഗ്രഹം അള്ളാഹു ചോദിക്കുമല്ലോ എന്നാണ്. അപ്പൊ അങ്ങനെ ഓരോ മാധുര്യമുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷണമാണോ എന്ന് റസൂലുള്ളാഹി പലപ്പോഴും ഓർത്തിരുന്നു, അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്നു. എന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കും. പരീക്ഷയിൽ തോക്കുമ്പോൾ ഒരു കുട്ടി വല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ പരീക്ഷയിൽ ജയിക്കുമ്പോൾ ആ കുട്ടി പലപ്പോഴും ഇത് അള്ളാഹു തന്ന അനുഗ്രഹമാണ് എന്ന് പറയാറില്ല. അത് ഞാൻ പഠിച്ചോണ്ടാണ്, ഉറക്കൊഴിഞ്ഞ് പഠിച്ചിരുന്നു, നന്നായി അധ്വാനിച്ചിരുന്നു, നന്നായി മെനക്കെട്ടിരുന്നു, എന്റെ ബുദ്ധി അപാരമായിരുന്നു എന്നൊക്കെ ആ കുട്ടിയും രക്ഷിതാവും വിചാരിക്കുന്നു. പരാജയപ്പെട്ടവർ സാരില്ല, അള്ളാഹിന്റെ പരീക്ഷണമാണ് എന്ന് പറയും. നേരെ തിരിച്ച് രണ്ടിലും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ഈ 2 സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൽ കെടാവിളക്കായി മാറട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരോടും ഈ സൂറത്തൊന്ന് ഒരു തവണയെങ്കിലും അതിൻ്റെ അർത്ഥസഹിതം പഠിക്കണം, വായിക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് ഓർപ്പിക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى